എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ഥിരം പാറ്റേണിലുള്ള ഒരു ടെക് വീഡിയോ അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയാണ് പല്ലുവേദന. പല്ലുവേദന വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയും അസഹനീയമായിട്ടുള്ളൊരു വേദനയാണ് പല്ലുവേദന എന്ന് പറയുന്നത്. എനിക്ക് ഒരു 4-5 വർഷം മുന്നേ, അതായത് കോവിഡിനൊക്കെ മുന്നേ ആയിട്ടും എനിക്കൊരു പല്ലുവേദന വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോവുകയും പല്ല് ഡോക്ടർ പറഞ്ഞു അത് ചെറിയൊരു പൊത്തുണ്ട്, അപ്പോൾ അത് നമ്മൾ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൊത്ത് നമ്മൾ അടച്ചു കഴിഞ്ഞാലും പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക്, അതായത് ആ പൊത്ത് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അത് കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും അടയ്ക്കേണ്ടി വരും. ആ പ്രോസസ്സ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്ത്, അതായത് ചേലക്കര പഴയന്നൂർ ഭാഗത്ത്, തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ ഒരു വൈദ്യനുണ്ട്, ഒരു ഒറ്റമൂലി വൈദ്യനുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാലും ഈ പല്ലുവേദനയ്ക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും എന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടെ പോയി ചികിത്സ തേടി പല്ലുവേദന മാറിയിട്ടുള്ള വ്യക്തികളാണ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒന്ന് പോയി നോക്കി, ഒരു പരീക്ഷണാർത്ഥം ഒന്ന് പോയി നോക്കി. നമുക്കതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ, ഒരു പച്ചമരുന്നാണ്, അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറുമെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അതിനുശേഷം ഇതുവരെ എനിക്ക് പല്ലുവേദന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഈ വൈദ്യൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വൈകുന്നേരം ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വീടാണ്. അവിടെ വേലായുധൻ എന്ന് പറയുന്ന ഒരു വൈദ്യനാണ് അവിടെയുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാവിലെ ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിറ്റേ ദിവസം 7 മണിക്ക് മുന്നേ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. ചെല്ലുന്ന സമയത്ത് 2 സാധനങ്ങൾ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വൃത്തിയുള്ള തോർത്തുമുണ്ടും അതേപോലെ തന്നെ 100 നല്ലെണ്ണ. 100 നല്ലെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വിളക്കിലൊഴിക്കുന്നുണ്ടല്ലോ, അത് നല്ല ക്വാളിറ്റിയുള്ള നല്ലെണ്ണ, ഒരു 100 ml. അപ്പോൾ ഈ 2 സാധനം കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ ഇതേപോലെ തന്നെ രാവിലെ ചെന്ന് കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, പല്ലുവേദനയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ എന്നോട് അവിടെ ഒരു നിലത്ത്, അവരുടെ വീടിൻ്റെ ഒരു അരിത്തിണ്ണയിൽ, ഒരു ചെറിയൊരു വീടാണ്, അപ്പോൾ അരിത്തിണ്ണയിൽ കിടക്കാൻ പറഞ്ഞു. അദ്ദേഹം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള നല്ലെണ്ണ നമ്മുടെ ചെവിയിലേക്ക് ഒഴിക്കുകയും കുറച്ച് ഇലകളൊക്കെ ചതച്ചുകൊണ്ട്, നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അത് ചതച്ചിട്ട് ഒരു നെല്ലിക്ക രൂപത്തിൽ ഒരു ഉണ്ടയാക്കിയിട്ട് ഈ തോർത്ത് മുണ്ടിൽ കെട്ടിയതിന് ശേഷം ഈ കിഴി നമ്മുടെ ചെവിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം, ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി, അപ്പോൾ അതിൽ ഒന്നിങ്ങനെ പിഴിഞ്ഞിട്ട് ആ പച്ചമരുന്ന് നമ്മുടെ ചെവിയിലേക്ക് ആക്കി. അദ്ദേഹം പറഞ്ഞു ചികിത്സ കഴിഞ്ഞു, ഇനി എണീറ്റോളം പറഞ്ഞു. ആ എണ്ണയൊക്കെ തുടച്ച് കളയാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, അവിശ്വസനീയം എന്ന് പറയാൻ നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം ആ പച്ചമരുന്ന്, ആ തോർത്തിലെ കിഴി അഴിച്ചിട്ട് അതിൽ നിന്ന് ജീവനുള്ള ഒരു 2-3 പുഴുക്കളെ എനിക്കെടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ പല്ലിലുള്ള പുഴുവാണ്, ചെവിയിൽ കൂടെ ആ തോർത്തുമുണ്ടിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തോ ആവട്ടെ, പല്ലുവേദന പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പുഴുവിനെ വരുത്തുന്നത് നമ്മളതിൻ്റെ ഒരു പ്രായോഗിക തലങ്ങളിലേക്ക് പോകുന്നില്ല, അത് അവിശ്വസനീയമാണ്. ഞാനത് പല രീതിയിലും ആലോചിച്ച് നോക്കി. കാരണം എങ്ങനെയാണ് ഈ പല്ലിലുള്ള ഇത്രയും വലിയ പുഴുക്കളാണ്, ആ വലിയ പുഴുക്കൾ എങ്ങനെയാണ് ചെവിയിൽ കൂടെ, ഈ എണ്ണയിൽ കൂടെ, ഈ തോർത്തിൽ കിടന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞത്, അത് ഒരിക്കലും നമുക്കൊരു അവിശ്വസനീയം തന്നെയാണ്. പക്ഷേ നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ 5-6 വർഷമൊക്കെ ആയി. ഇപ്പോഴും എനിക്ക് പല്ലുവേദനയൊന്നുമില്ല. ഈ സംഭവം ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടി. ഇപ്പോൾ പോയ സമയത്ത് 2 പല്ലിൽ, അതായത് 2 സൈഡിലുള്ള 2 പല്ലിൽ റൂട്ട് കനാൽ ചെയ്തിട്ട്, ഓരോ പല്ലുകളും റൂട്ട് കനാൽ ചെയ്യുകയും ആ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കാലത്തിന് ശേഷം അടുത്ത ഒരു പല്ലിലേക്ക് കൂടി കേട് വന്നിട്ട് 2 സൈഡിലും ഭയങ്കര പല്ലുവേദനയായിട്ടുള്ള ഒരാളുമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് രാവിലെ ചെല്ലാൻ പറഞ്ഞു. രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മരുന്ന് കൃത്യമായിട്ട് ഒഴിച്ചു, ചെവിയിൽ ഇതേമാതിരി വെച്ചു. അതിനുശേഷം 6 പുഴുക്കളെയാണ് എടുത്തത്. 6 പുഴുക്കളും വലിയ പുഴുക്കളാണ്, നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, പല്ലുവേദന മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പല ആളുകളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ പല്ലുവേദന പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഫീസൊന്നും, നിർബന്ധമായിട്ടുള്ളൊരു ഫീസൊന്നുമില്ല. നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അദ്ദേഹം ആ ഒരു എമൗണ്ട് വാങ്ങി വെക്കുകയാണ് ചെയ്യാം. വളരെ പാവപ്പെട്ട വീട്ടിലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവുമായി ഉണ്ടായിരുന്നത് മക്കളൊന്നുമില്ല. കുറച്ചു കാലം മുന്നേ
ഭാര്യ മരിച്ചു. ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഒരു പരസ്യ വീഡിയോ അല്ല എന്നുള്ളതാണ്. ഇത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമാണ്. എനിക്കുണ്ടായ അനുഭവം, എൻ്റെ 2-3 സുഹൃത്തുക്കൾക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ വൈദ്യൻ, ഈ വേലായുധൻ എന്ന് പറയുന്ന ഈ വൈദ്യരും തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്ത് ഒരു 2-3 കിലോമീറ്റർ കൂടി പഴയന്നൂർ റോഡിന് പോകണം. അവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ട്, അതിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണോ അങ്ങനെ കോൺടാക്റ്റ് നമ്പറൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അവിടെ പോയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നാം. അതുപോലെ എനിക്കും അത്തരം സംശയങ്ങളുണ്ട്. സംശയങ്ങൾ അവിടെ നിൽക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 2 വ്യക്തികൾക്ക് അദ്ദേഹം എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് എന്നും ചികിത്സയുടെ അവസാനം അദ്ദേഹം പുഴുക്കളെ എടുത്ത് കാണിക്കുന്നതും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക.
പരിചയത്തൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞില്ലേ വൈഫ് ഭാര്യ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവളെന്നെ എടുത്തിരുന്നു 60 കൊല്ലം വരെ. പിന്നെ അത് കഴിയുമ്പോഴേക്കും മരുന്ന് പറഞ്ഞു തന്നിട്ട് പോയി. മരുന്ന് പറയും ഇങ്ങനെ എടുക്കും. അങ്ങനെ പിന്നെ ഇപ്പോൾ 7 കൊല്ലമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്. അങ്ങനെ വരിക, ആൾക്കാർ വരിക, മരുന്ന് എടുക്കുക, പോവുക. അങ്ങനെ മരുന്ന് 6-7 കൂട്ടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പല്ലുവേദന വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, ആ ഒരു അസഹനീയമായിട്ടുള്ള വേദന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരാനില്ല. കാരണം ഒരു പച്ചമരുന്ന് നമ്മുടെ ചെവിയിലേക്ക് ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ പല്ലുവേദന പൂർണ്ണമായിട്ട് മാറുന്നൊരവസ്ഥ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കതിൽ താല്പര്യമൊന്നുമില്ല, പിന്നെ എനിക്കങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനൊന്നും അറിയില്ല. ഇവിടെ നിത്യേന ആളുകൾ വരുന്നുണ്ട്, ഡോക്ടേഴ്സ് അടക്കം അവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് ഒരു നേർ സാക്ഷി ഞാൻ തന്നെയാണ്. എനിക്കിപ്പോൾ നിലവിൽ പല്ലുവേദനയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വേണമെങ്കിൽ ചികിത്സ നേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.